നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുട്ടനാട്ടിലെ പാഡി ഓഫീസ് ഉപരോധിച്ച കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 712 കോടി രൂപ കർഷകർക്ക് നെല്ലുവിലയായി ഇനി നൽകാനുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ മുതലാണ് കർഷകർ ഇത്തരത്തിലൊരു സമരം ആരംഭിക്കാനുള്ള പ്രധാന കാരണം ഇത് നെല്ലിന്റെ വിലയായി ഏതാണ്ട് 712 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർഷകർ കുട്ടനാട്ടിലെ പാഡി ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. ഈ സമരം ഇതിന്റെ പണം ലഭിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന ഒരു നിലപാടിലായിരുന്നു കർഷകർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പാഡി ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വൈകിട്ട് 5 മണിക്ക് ശേഷവും കർഷകർ സമരം തുടർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇവരുടെ നിലപാടെന്നത് ഈ കർഷകരോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള തീരുമാനം അത് എന്തിന്റെ പശ്ചാത്തലത്തിൽ? ഇവിടെ നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് 4.5 മാസം ഫെബ്രുവരി 24-ാം തീയതി മുതൽ കൊയ്ത് അതിൻ്റെ PRS എഴുതിയത് മാർച്ച് 10. അതിവിടെ പാഡി ഓഫീസിൽ വന്ന് പാസ്സാക്കുന്നത് ഏപ്രിൽ 2-ന് ശേഷം. അവിടെ തന്നെ 1 മാസം ചെല്ലുവാനും സർക്കാരും ഈ ഉദ്യോഗസ്ഥരും കൂടെ ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കൊള്ളിക്കരുതാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജന്റുമാരുടെ കയ്യിൽ നിന്നും നെൽകർഷകരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് സാധാരണ ഒരിക്കൽ പോലുമില്ല. ഞങ്ങളുടെ എൻ്റെ കൃഷിപ്പാടത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 7% മോനിസ്റ്ററേ ഉള്ളൂ. 16% ഫ്രീ ആയിട്ട് എടുക്കേണ്ട സ്ഥാനത്ത് അവിടെയും ഈ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് 1 കിലോ കിഴിവ്, അത് കാല് നക്കിക്കൊണ്ടാണ് പറയുന്നത് 1 കിലോ കിഴിവ് തരണമെന്ന്. അത് കഴിഞ്ഞ് പിന്നീട് ഓരോ സ്ഥലത്തും കൊയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 കിലോ 10 കിലോ കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ 25 കഴിഞ്ഞു. പിന്നെ 32 കിലോയ്ക്ക് എടുത്തത്. ആലപ്പുഴ പുന്നമടയിലും അതേ അവസ്ഥയിൽ തന്നെയാണ്. കൊയ്ത് കഴിഞ്ഞാൽ ഇവർ നെല്ലെടുക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം ഒത്തുകളിയാണ്. ഉദ്യോഗസ്ഥർ കൈക്കൂലി കൊടുത്ത് അവരെ കൂടെ കൈക്കലാക്കിക്കൊണ്ട് സാറേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഈ ഏജന്റുമാർ നെല്ല് മില്ലുകാർ ഇന്ന് കോടീശ്വരന്മാരായി. ഇതിനൊക്കെ വിജിലൻസ് അന്വേഷണം വേണം. ഇപ്പോൾ എത്ര കോടി രൂപയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഇനി തുടർ നടപടി എന്താണ്? ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുക. അറസ്റ്റ് ഞങ്ങൾക്ക് ജയിലറെ ഞങ്ങൾക്ക് പൂമേടയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക. സാറേ എൻ്റെ ജാമ്യം എടുക്കുന്നില്ലെന്നുള്ളതാണ്. അതെ, ജാമ്യം എടുക്കുന്നൊരു വിഷയം വരുന്നില്ല. അവിടെ കിടക്കട്ടെ. ഞാൻ ഒരു ദിവസം 4 നേരം ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. 9 ഗുളിക കഴിക്കുന്നുണ്ട്. ഇതൊന്നും കഴിക്കുന്നില്ല. അവിടെ കിടന്ന് ചാകട്ടെ. അങ്ങനെയെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ രക്തസാക്ഷി ആയിക്കഴിഞ്ഞാലെങ്കിൽ ഈ ചെകുത്താന്മാരുടെ കണ്ണ് തുറന്ന കാൽ അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ്. ഈ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും കൃഷിക്കാരുടെ മക്കളുണ്ട്, കർഷക തൊഴിലാളികളുടെ മക്കളുണ്ട്. അവരും കർഷക കുടുംബരാ. അതല്ലാതെ ഈ കൈക്കൂലി മേടിച്ചും കിമ്പളം മേടിച്ചും വന്നിട്ടുള്ളവരായിരിക്കത്തില്ല. ഇത് തന്നെയാണ് അവർ പറയുന്നത്. നെല്ലിൻ്റെ വില കിട്ടാണ്ട് അതുകൊണ്ട് രണ്ടാം കൃഷി തന്നെ പ്രതിസന്ധിയിലായി. സ്കൂൾ തുറന്ന് 2-ാം മാസമാകുമ്പോഴും അവരുടെ നെല്ലിൻ്റെ വില കിട്ടുന്നില്ല. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സമരം ചെയ്യാൻ നിർബന്ധിതരായത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്താലും ജാമ്യമെടുക്കാതെ സ്റ്റേഷനിൽ തന്നെ ഇല്ല ജയിലിൽ തന്നെ തുടരുക എന്ന ഒരു പ്രതിഷേധ സമര രീതിയിലേക്ക് അവർ കടക്കുന്നു എന്നത് തന്നെയാണ് ഈ കർഷകർ വ്യക്തമാക്കുന്നത്.